രാവിലെ 7:45 അപകടം. എനിക്ക് പിറകിൽ കാണുന്ന ഈ കുഴിയിൽ നിന്നും രക്ഷ നേടാനായി വാഹനം വെട്ടിക്കുകയായിരുന്നു വിഷ്ണുദത്ത്. ഉടൻ തന്നെ സമീപത്ത് വന്ന ബസ്സിനടിയിലേക്ക് വിഷ്ണുവിന്റെ ഇരുചക്ര വാഹനം പോവുകയായിരുന്നു. വിഷ്ണുവും അമ്മ പത്മിനിയുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. വിഷ്ണുവിന്റെ ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങി. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിഷ്ണുവിന്റെ അമ്മ പത്മിനി ഗുരുതര പരിക്കുകളുമായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വൻ പ്രതിഷേധമാണ് ഈ അപകടത്തിന് പിന്നാലെ തൃശൂരിലെ MG റോഡിൽ നടന്നത്. കോർപ്പറേഷന്റെ കൌൺസിലർമാർ, BJP കോൺഗ്രസ് കൌൺസിലർമാർ വലിയ പ്രതിഷേധം നടത്തി. തൃശൂരിൽ MG റോഡിൽ വലിയ ഗതാഗത സ്തംഭനം തന്നെ ഇതുമൂലമുണ്ടായി. പോലീസ് ആവർത്തിച്ച് ശ്രമിച്ചിട്ടും കൌൺസിലർമാരെ കസ്റ്റഡിയിലെടുക്കാനായില്ല. നിരവധി പേരെ ഏറ്റവും അവസാനം കസ്റ്റഡിയിലെടുത്താണ് പോലീസ് മടങ്ങിയത്. ഇവിടെ വലിയ രീതിയിലുള്ള കുഴികൾ പല ഭാഗത്തുമുണ്ടെന്നും ഇവ ആപത്താണെന്ന് പലതവണ അറിയിച്ചതാണെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ചില നാട്ടുകാരുടെ പ്രതികരണങ്ങൾ തരാം. എന്താണ് ഈ കുഴികൾ ഒരുപാടുണ്ടോ? ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നോ? മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ടോ? അയ്യോ, ഭയങ്കര അവസ്ഥയാണ്. കുഴി നമ്മൾ അറിയണില്ലല്ലോ, പെട്ടെന്നാണ് കുഴി കാണുന്നത്. അപ്പോഴാണ് വെട്ടിക്കുമ്പോഴാണെങ്കിൽ അപകടം സംഭവിക്കുന്നത്. ഇതുപോലെ തന്നെ നിരവധി അപകടം ഈ റോഡിലുണ്ടായെന്ന് പറയുന്നു. ഇതുപോലെ ഞാൻ ഒരു മുൻപ് ഇതല്ല, അതുപോലെ വേറെ കുഴിയിൽ പെട്ടാണ്. എങ്ങനെയാ പിടിച്ചത്? ഇതന്നെ എത്ര ഇപ്പൊ ഒരു ജീവൻ പോയി. ഞാൻ അടുത്ത് ഇതിപ്പോ ഈ മറ്റിലിട്ട് ഒരു ഉപകാരമില്ല. എന്തെങ്കിലും ഒരു കുറച്ച് കോൺക്രീറ്റ് കൂട്ടിയിട്ട് ഇടുവെച്ചെങ്കിൽ ഒരു ഉപകാരം. എത്ര കുഴിയുണ്ട്, അത്ര വലിയ കുഴി അടക്കണമെന്നില്ല. ഇത്ര ഈ കാണുന്ന വലിയ വലിയ കുഴികളൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവും. കാരണം നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്, നമ്മളൊക്കെ ഡ്രൈവർ വണ്ടി എടുത്തിട്ട് നമ്മൾ ജീവിക്കുന്ന ആൾക്കാരാണ്, സാധാരണക്കാരാണ് നമ്മള്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുറെ വണ്ടികൾക്കും വണ്ടിപ്പണി എടുക്കുന്നവർക്ക് എത്രയോ ഉപകാരം എന്നറിയും. കാരണം വെച്ചെങ്കിൽ ഓരോ വീട്ടിലും ആൾക്കാർ പോകുമ്പോൾ ഷോക്കപ്സ് കംപ്ലൈന്റ് ആവില്ല, മറ്റേത് ബെൻഡക്സ് ഇതൊക്കെ കംപ്ലൈന്റ് ആവണം. ഇതൊക്കെ റെഡി ആവും. ഇഷ്ടം പോലെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂർ മറ്റേ ചുങ്കത്ത് വെച്ചിട്ട് ഫസ്റ്റ് വീല് ടേൺ ചെയ്തിട്ട് ഞാൻ ഉറക്ക അലറി വിളിച്ച് കരഞ്ഞു. അപ്പൊ എന്നോട് ഓടിക്കൂടിയ ആൾക്കാർ വന്ന് പറഞ്ഞത്, മോനെ നീ മാത്രമാണ് മറിഞ്ഞു വീഴാത്തതെന്ന് പറഞ്ഞു. കാരണം ഞാൻ എന്റെ ഹാൻഡിൽ രണ്ടും ശക്തിയായിട്ട് ടൈറ്റ് ചെയ്ത് ബ്രേക്ക് പിടിച്ചുകൊണ്ട് മാത്രം മറിഞ്ഞു വീണില്ല. ബാക്കി എനിക്ക് തൊട്ട് മുമ്പേ തലേ ദിവസവും അതിന്റെ പിറ്റേ ദിവസം ഒക്കെ വീണ ഒരുപാട് പേരുണ്ട്. ഇവിടെ തന്നെയാണ് ഇപ്പൊ ഇതിലൊരു പ്രശ്നം കണ്ട. ഇവിടെ നിൽക്കുന്ന ഈ കുറ്റി നിങ്ങളൊന്ന് കാണിക്കണം. ഈ കുറ്റിയില് ബൈക്ക് 2-3 പേര് ബൈക്ക് അടി ആ ചുമരുമ്പോ പോയിട്ട് വീണ. അതുപോലെ അത് നിൽക്കുന്ന കുട്ടിയണ്ട, കാറുകാർ എത്ര പേര് അടിക്കണമെന്ന് അറിയും. അതുപോലെ ഇപ്പൊ ഇവിടെ ഇത് കുറെ പ്രാവശ്യമായി പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും കുഴികളുണ്ട്. പിന്നെ ഇപ്പൊ ഇതിൽ ഹൈവേയിൽ വരുന്ന ഏറ്റവും വലിയ അപകടം വരാൻ പോണത് ഇനി അയ്യന്തോളിന്ന് തൊട്ട് ആ പുഴയ്ക്കൽ വരെയുള്ള ഹെവി വണ്ടികൾ വിട്ടിട്ട് വലിയ കുഴികളാ. ഇത് നിസ്സാര കുഴികളാ, അതിനേക്കാൾ വലിയ കുഴികളാ. അവിടെയാണ് ഇനി അടുത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചോ? വലിയ വലിയ കുഴികൾ പല ഭാഗത്തുമുണ്ട്. ഇത് അടയ്ക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല. അപകടം തുടർക്കഥയാകും എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ നടന്ന അപകടത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇരമ്പുന്നത്. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.